അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു സാധനത്തിന് കേടുപാട് സംഭവിച്ചാൽ, ഉദാഹരണത്തിന് നമ്മുടെ മൊബൈലിന്റെ ഡിസ്പ്ലേ പോയി, നമ്മൾ എന്താ ചെയ്യുക? ഉടനെ തന്നെ സർവീസ് സെന്ററിൽ പോയിട്ട് ഇതൊന്ന് നന്നാക്കി തന്ന എന്ന് പറയും, അല്ലെ? അല്ലാതെ അവിടെ എത്തിയിട്ട്, ഓ സുഹൃത്തെ, നിനക്ക് അള്ളാഹു താല പഠിക്കാൻ തന്ന കഴിവ് കൊണ്ട് നീ പഠിച്ചതനുസരിച്ച് നീ എനിക്ക് ഈ മൊബൈൽ ഒന്ന് നന്നാക്കി തരുമോ എന്ന് ചോദിക്കോ എന്ന് പറയാറുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ്. ആ തെറ്റുകൾ പുറത്തു കിട്ടാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി, നമ്മുടെ രോഗങ്ങൾ ശിഫയാകാൻ വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ കടങ്ങൾ വീടാൻ വേണ്ടി, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ദുആ ചെയ്യേണ്ടത് അള്ളാഹുവിനോടാണ്. അപ്പൊ ഏത് സമയത്താണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്? അള്ളാഹു താല ദുആ സ്വീകരിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട സമയം ഏതാണ്? അത് 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷമെന്നും, അതുപോലെ തന്നെ പാതിരാത്രിക്ക് ശേഷമാണെന്നും, തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണെന്നും, ഇങ്ങനെ ഒരുപാട് സമയങ്ങളുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയം അള്ളാഹു താല ഉത്തരം നൽകുന്ന സമയമുണ്ട്. അത് ഏതാണ് ആ സമയം? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അത് പറയുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്, മുഴുവനായും കാണുക. അതായത് സുന്നികളല്ലാത്ത ആളുകൾ മറ്റ് ഏത് പേരിൽ അറിയപ്പെട്ടാലോ ആ ആളുകളൊക്കെ ഇവിടെ പറഞ്ഞു പരത്തുന്നത് സുന്നികൾ ദുആ ചെയ്യുന്നത് അള്ളാഹുവിനോടല്ല. അവർ വിളിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അവർ ചോദിക്കുന്നത് മുഹീദ്ദീൻ ഷെയ്ഖിനോടും മറ്റ് ഔലിയാക്കന്മാരോടുമാണ്. എന്നാൽ എന്താണ് അതിന്റെ സത്യാവസ്ഥ? ഇത് വിശദീകരിച്ചുകൊണ്ട് സുന്നികളിൽപ്പെട്ട ആളുകൾ തന്നെ പല ആളുകളും പറയുന്നത്, ഞങ്ങൾ ഔലിയാക്കന്മാരെടുത്ത് പോയിട്ട് അവരെ തവസ്സുലാക്കിയിട്ട് അവരെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ നീ ചെയ്തു തരണേ എന്നൊക്കെയാണ് ഞങ്ങൾ ദുആ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ പല ആളുകളും ഔലിയാക്കന്മാരോട് തന്നെ ചോദിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ഔലിയാക്കന്മാരോടടുത്ത് പോയാൽ, എന്റെ ഉപ്പാപ്പമാരോടടുത്ത് പോയാൽ ഞാൻ അവരോട് തന്നെ ചോദിക്കാറുണ്ട്, എന്നാൽ ഞാൻ മുശ്രിക്കാണോ? ഞാൻ ശിർക്ക് ചെയ്തവനാണോ? അല്ല. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഉദാഹരണം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതായത് ഞാൻ എന്റെ വീട്ടിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ, നിങ്ങൾക്ക് ദാഹിച്ചു വെള്ളം കുടിക്കണമെന്ന് തോന്നി, നിങ്ങൾ എന്തെങ്കിലും ജോലിയിലോ മറ്റോ ആണെന്ന് കരുതിക്കോ, നിങ്ങൾ ഉടനെ തന്നെ ഭാര്യയെ വിളിക്കും, അല്ലെങ്കിൽ മക്കളെ വിളിക്കും, എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം എന്ന് പറയും. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ഭാര്യയെ വിളിച്ചിട്ട്, നിനക്ക് അള്ളാഹു താല തന്ന കഴിവ് കൊണ്ട് നീ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരുമോ എന്ന് ചോദിക്കാറുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു സാധനത്തിന് കേടുപാട് സംഭവിച്ചാൽ, ഉദാഹരണത്തിന് നമ്മുടെ മൊബൈലിന്റെ ഡിസ്പ്ലേ പോയി, നമ്മൾ എന്താ ചെയ്യുക? ഉടനെ തന്നെ സർവീസ് സെന്ററിൽ പോയിട്ട് ഇതൊന്ന് നന്നാക്കി തന്ന എന്ന് പറയും, അല്ലെ? അല്ലാതെ അവിടെ എത്തിയിട്ട്, ഓ സുഹൃത്തെ, നിനക്ക് അള്ളാഹു താല പഠിക്കാൻ തന്ന കഴിവ് കൊണ്ട് നീ പഠിച്ചതനുസരിച്ച് നീ എനിക്ക് ഈ മൊബൈൽ ഒന്ന് നന്നാക്കി തരുമോ എന്ന് ചോദിക്കോ എന്ന് പറയാറുണ്ടോ? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും നമ്മൾ ആരോടും ഇതുപോലെ വിശദമായിട്ട് അള്ളാഹു താല തന്ന കഴിവ് കൊണ്ട് നീ എനിക്ക് സഹായം ചെയ്തു തരുമോ എന്നൊന്നും പറയാറില്ല. അതുപോലെയാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ പണ്ടേ വിശ്വസിച്ച് വെച്ചിട്ടുള്ളത് അള്ളാഹു താലയാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. അത് ജീവിച്ചിരിക്കുന്നവർ സഹായിക്കുന്നുണ്ടെങ്കിലും മരണപ്പെട്ടവർ സഹായിക്കുന്നുണ്ടെങ്കിലും ഒക്കെ അള്ളാഹുവിന്റെ കഴിവാണ്. അള്ളാഹു താല കഴിവ് കൊടുത്താൽ മരണപ്പെട്ടവർ സഹായിക്കൂലേ? സഹായിക്കും, ഉറപ്പല്ലേ? കാരണം അത് അള്ളാഹുവിന്റെ കഴിവാണ്. അത് അവരിലൂടെ നമുക്ക് സാധിച്ചു കിട്ടുന്നു എന്ന് മാത്രം. അതാണ് നമ്മൾ ഏത് ഔലിയാക്കന്മാരോട് ചോദിച്ചാലും, ഏത് മുഹീദ്ദീൻ ഷെയ്ഖ് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാലും ഒക്കെ അത് അള്ളാഹു കൊടുക്കുന്ന കഴിവാണ് എന്ന് നമ്മൾ പണ്ടേ ഉറപ്പിച്ചു വെച്ചതാണ്. അതിന് ഒരു ചാഞ്ചല്യവും വരുന്നില്ല, അതിനൊരു സംശയവും ഇല്ല. പിന്നെ അതിന്റെ ഇടയിൽ നമ്മൾ ഔലിയാക്കന്മാരോട് ചോദിച്ചാൽ നമ്മൾ മുശ്രിക്കാവോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ നമ്മൾ ഓൾറെഡി ഒന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്, നമ്മുടെ വിശ്വാസം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ വിശ്വാസം ഉറപ്പില്ലാത്ത ആളുകൾക്കാണ് ഇത് വരുന്നുള്ളത്. വിശ്വാസം ഉറപ്പില്ലാത്ത ആളുകൾക്കാണ് ഈ ചാഞ്ചാട്ടം വരുന്നത്. അത് ശിർക്കാണ്, ഇത് ശിർക്കാണ്. അതുകൊണ്ട് നമ്മുടെ ആ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് നമ്മൾ ഏത് ഔലിയാക്കന്മാരടുത്ത് പോയി ചോദിക്കുന്നത് കൊണ്ടും ഒരു വിരോധവുമില്ല. ഇനി നമ്മൾ വീഡിയോയിലേക്ക് വരികയാണ്. അതായത് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ദുആകൾ അധികരിപ്പിക്കണം. വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയം അല്ലാഹു തആല ദുആ സ്വീകരിക്കുന്ന സമയമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിൽ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് പണ്ഡിതന്മാര് വെള്ളിയാഴ്ച ദിവസം അല്ലാഹു തആല ദുആ സ്വീകരിക്കുന്ന ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഈ ഖുതുബ തുടങ്ങിയത് മുതൽ നിസ്കാരം അവസാനിക്കുന്നത് വരെ ഉള്ള സമയത്തിൽ ഒരു സമയമാണ്. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് 2 ഖുതുബയിൽ ഇടയിൽ ഇരിക്കുന്ന സമയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അസ്ർ നിസ്കാരത്തിന് ശേഷമാണ് എന്ന്. ഇങ്ങനെ പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫയിൽ പറഞ്ഞിട്ടുള്ളത് ഇമാം ഖുതുബ ഓതാൻ വേണ്ടി മിമ്പറിൽ കയറിയത് മുതൽ
നിസ്കാരം കഴിയുന്നതിന്റെ ഇടയിലുള്ള ചെറിയ ചില സമയങ്ങൾ എന്നാണ്. ഇവിടെ നമുക്കുണ്ടാകുന്ന വലിയ ഒരു സംശയം, അതായത് പല സ്ഥലത്തും പല സമയത്താണ് ജുമുഅ നിസ്കാരം ഉണ്ടാകുന്നത്. ചില സ്ഥലത്ത് ഏത് സമയത്ത് ബാങ്ക് കൊടുത്താലും 1 മണിക്കാണ് ഖുതുബ. ചില സ്ഥലത്ത് ബാങ്ക് കൊടുത്തിട്ട് 1/4 മണിക്കൂർ കഴിയുമ്പോൾ ഖുതുബ തുടങ്ങും. അതായത് 12:15 ബാങ്ക് എങ്കിൽ ചില സ്ഥലത്ത് 1 മണിക്കാണ് ഖുതുബ. ചില സ്ഥലത്ത് 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് 12:30 ഖുതുബ. ഇങ്ങനെ ആകുമ്പോ ഏത് ഖുതുബയുടെ സമയത്ത് ദുആ ചെയ്താലാണ് ദുആ സ്വീകരിക്കുക? സംശയമല്ലേ? എന്നാൽ ഈ സംശയം മാറ്റിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഖുതുബയുടെ സമയത്ത് ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കും എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു പറയുന്നത്, അത് അവരവരുടെ നാട്ടിൽ നടക്കുന്ന ജുമുഅ, നമ്മുടെ നാട്ടിൽ ഏത് സമയത്താണോ ജുമുഅ നടക്കുന്നത് ആ സമയത്ത് ഖുതുബ തുടങ്ങിയത് മുതൽ നിസ്കാരത്തിന്റെ അവസാനം വരെയുള്ള ആ സമയങ്ങളിൽ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ജുമുഅ നമ്മൾ നോക്കേണ്ടതില്ല. നമ്മൾ എവിടെയാണോ ജുമുഅ നിസ്കാരത്തിന് കൂടുന്നത് ആ ഖുതുബയും നിസ്കാരമാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. മറ്റ് സ്ഥലങ്ങളിലുള്ളതിനല്ല നമ്മൾ നോക്കേണ്ടത്. ആ ഖുതുബ തുടങ്ങിയിട്ട് നിസ്കാരം കഴിയുന്നത് വരെയുള്ള സമയങ്ങളിൽ നമ്മൾ ദുആ അധികരിപ്പിക്കുക. അത് ഏത് സമയത്താണ്? ചെറിയ ചുരുങ്ങിയ സമയമാണെന്നാണ് ബഹുമാനപ്പെട്ട ഒരു കിതാബിൽ പറയുന്നുള്ളത്. അപ്പോ നമ്മൾ എല്ലാവരും കഴിവിന്റെ പരമാവധി ജുമുഅ സമയങ്ങളിൽ ദുആ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ അസറിന്റെ ശേഷം ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു തആല നമ്മുടെ ദുആകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.